നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ കർണാടക സ്റ്റേറ്റ് റിസർവ് ഫോഴ്സും കേരള പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, ടി അരവിന്ദാക്ഷൻ, ജ്യോതി പ്രകാശ്, കർണാടക സ്റ്റേറ്റ് സബ് ഇൻസ്പെക്ടർ HN ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏകദേശം 55ഓളം പോലീസ് സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. കൂടാതെ സുരക്ഷയുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ ആറങ്ങോട്ടുകര, കറുകപ്പുത്തൂർ, കൂറ്റനാട്, ചാലിശ്ശേരി, കാഞ്ഞിരത്താണി എന്നിവിടങ്ങളിൽ പ്രത്യേക ഡ്രോൺ പരിശോധനയും നടത്തി. തുടർ ഭരണം സുനിശ്ചിതം എന്ന മുദ്രാവാക്യവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. കാട്ടകാമ്പാൽ, പഴഞ്ഞി കമ്മിറ്റികളിൽ നിന്നും ആരംഭിച്ച റാലി സമന്വയിച്ച് ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം NCP സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുമുന്നണി കുന്നംകുളം മണ്ഡലത്തിലും സംസ്ഥാനത്തും വരുത്തിയ മാറ്റവും പുരോഗതിയും തുടരുക തന്നെ ചെയ്യുമെന്ന് രാജൻ പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി AC മൊയ്തീൻ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം KD ബാഹുലയൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TC ചെറിയാൻ, NK ഹരിദാസൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം KT ഷാജൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ VK ബാബുരാജ്, KR ബിനോഷ്, NCP നേതാവ് PC സണ്ണി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ UDF കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ ഫ്ലെക്സ് ബോർഡുകളും ഫോട്ടോ പതിച്ച ചട്ടകളും നശിപ്പിച്ചതായി പരാതി. മുണ്ടൻകോട് കോളനി പരിസരത്താണ് ഫോട്ടോ പതിച്ച ഫ്ലെക്സുകളും ചട്ടകളും വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയിലാണ് സാമൂഹ്യവിരുദ്ധർ ഫ്ലെക്സ് ബോർഡുകളും ചട്ടകളും നശിപ്പിച്ചിട്ടുള്ളത്. ബൂത്ത് പ്രസിഡന്റ് CK നാരായണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് എന്നിവരുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. കണിവെള്ളരിയില്ലെങ്കിൽ എന്തു വിഷു? വിഷുക്കാലമെത്തി, വേലൂരിൽ കണിവെള്ളരിയും വിളഞ്ഞു. കണ്ണുകൾക്കും മനസ്സിനും കുളിരേകുന്ന വിഷുക്കണിക്കായി കണിവെള്ളരിയും വേനൽക്കാല പച്ചക്കറി കൃഷിയും ഒരുക്കുകയാണ് വേലൂർ തണ്ടിലം മച്ചിങ്ങൽ ദിലീപ് കുമാറും കുടുംബവും. തണ്ടിലം പാടശേഖരത്തിലെ 2 ഏക്കർ സ്ഥലത്താണ് വിഷുവിനായി കൃഷി ഇറക്കിയിരിക്കുന്നത്. വിഷുക്കണിക്കായി സ്വർണ്ണ നിറമുള്ളതും അധികം വലുപ്പമില്ലാത്തതുമായ നാടൻ വയനാടൻ വെള്ളരിയാണ് കൃഷിയിലെ മുഖ്യതാരം. കുമ്പളം, അമ്പിളി എന്ന മത്തൻ, കിരൺ തണ്ണിമത്തൻ, കുറ്റിപ്പയർ, സ്നോവൈറ്റ് കുക്കുംബർ തുടങ്ങിയവയും തോട്ടത്തിലുണ്ട്. പന്നിയുടെ ശല്യമുള്ള സ്ഥലമായതിനാലും പഞ്ചായത്ത് സബ്സിഡി ഇല്ലാത്തതും കൃഷി നഷ്ടത്തിലാകുമെന്ന ഭീതിയിലാണ് ആരംഭിച്ചത്. ഡിഗ്രി വിദ്യാർത്ഥിയും യുവ കർഷകനുമായ മകൻ അശ്വത്തിന്റെ നിർബന്ധവും കൃഷി ചെയ്യാൻ കാരണമായി. ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത്. കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയുമാണ് പ്രധാന വളങ്ങൾ. 700 കിലോയോളം വെള്ളരി ആദ്യം വിളവെടുത്തു. കാർഷിക മേഖലയിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ ദിലീപ് കുമാറിനെ ഭാര്യ വേലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാറും മകൻ അശ്വത്തും കൃഷിയിൽ ഊർജമായി മാറുകയാണ്. 3000 വിവിധ വാഴകൾ, ഇഞ്ചി, പൊടിക്കിഴങ്ങ്, മഞ്ഞൾ, കൂവ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.